ഒരു മണ്ഡലത്തിൽ മാത്രമല്ല, ഒന്നിലധികം മണ്ഡലങ്ങളിൽ പാർട്ടി പരിഗണിക്കുന്നു എന്നുള്ള അറിവ് എനിക്ക് ലഭിച്ചിരുന്നു. പല കാരണങ്ങളും പല ഘടകങ്ങളുമുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പൂർണ്ണമായും സ്ഥാനാർത്ഥി നിർണയം നടക്കണമെന്നും നമ്മൾ ആഗ്രഹിച്ചെടുത്ത് നമുക്ക് സീറ്റ് കിട്ടണമെന്നും ഒരു ഉറപ്പില്ല. സ്ഥാനാർത്ഥിയെ നിർണയിച്ചു കഴിഞ്ഞാൽ പാർട്ടി ഏത് സ്ഥാനാർത്ഥിയെയാണോ തീരുമാനിച്ചിട്ടുള്ളത്, പാർട്ടി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ആരാണോ അവർക്ക് വേണ്ടി എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് ഇറങ്ങുക എന്നുള്ളതാണ് പൊന്നാനിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെ ഏതെങ്കിലും ഒരു പദവി ലഭിക്കും, നാളെ ഏതെങ്കിലും ഒരു അധികാര ശ്രേണിയിലേക്ക് കടന്നു വരുമെന്നുള്ളത് ഞങ്ങളെപ്പോലുള്ള എന്നെപ്പോലുള്ള ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളമുള്ള സ്വപ്നങ്ങളല്ല. എല്ലാവരും ഒറ്റക്കെട്ടായി സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി തെരുവിൽ ഈ കടുത്ത വെയിലിനെ പോലും അവഗണിച്ചുകൊണ്ട് വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേതാവിനൊപ്പം പരിപാടിയിൽ ഇന്ന് അഡ്വക്കേറ്റ് സിദ്ദിഖ് പന്താവൂരാണുള്ളത്. സിദ്ദിഖ, 2016-ലും 2021-ലൊക്കെ സിദ്ദിഖാൻ്റെ പേര് സ്ഥാനാർത്ഥിയാകുമെന്ന് കേട്ടു. ഇത്തവണയും 2026-ലും അത് ആവർത്തിച്ചു. നിരാശയായിരുന്നോ? ഒരിക്കലുമില്ല. അത്ര തന്നെ നമ്മളെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഗണിക്കുക, നമ്മൾ പാർട്ടി നമ്മളോട് മത്സരിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ എണ്ണുക എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അംഗീകാരമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരാൾക്ക് മാത്രമാണ് അവസരം ലഭിക്കുക. തീർച്ചയായും ആ അവസരം അർഹതയുള്ള യോഗ്യതയുള്ള മറ്റാളുകളുണ്ടാകുമ്പോൾ പാർട്ടി കൊടുക്കും അവർക്ക്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഒരു സീറ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ മത്സരിക്കാൻ അവസരം കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് ഒരു നിരാശയും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പൊന്നാനിയിലും കുന്നംകുളത്താണ് ഇത്തവണ പേര് കേട്ടിട്ടുണ്ടായിരുന്നത്. കുന്നംകുളത്ത് അവസാനം വരെ താങ്കളുടെ പേരുണ്ടായിരുന്നു. ഒരു മണ്ഡലത്തിൽ മാത്രമല്ല, ഒന്നിലധികം മണ്ഡലങ്ങളിൽ പാർട്ടി പരിഗണിക്കുന്നു എന്നുള്ള അറിവ് എനിക്ക് ലഭിച്ചിരുന്നു. പല കാരണങ്ങളും പല ഘടകങ്ങളുമുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പൂർണ്ണമായും സ്ഥാനാർത്ഥി നിർണയം നടക്കണമെന്നും നമ്മൾ ആഗ്രഹിച്ചെടുത്ത് നമുക്ക് സീറ്റ് കിട്ടണമെന്നും ഒരു ഉറപ്പില്ല. ഒന്നിലധികം മണ്ഡലങ്ങളിൽ മത്സരിക്കാനുള്ള എൻ്റെ പാർട്ടി എന്നെ പരിഗണിച്ചു എന്നുള്ളത് തന്നെ വലിയ അംഗീകാരമായി കാണുകയാണ്. കുന്നംകുളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ മത്സരിക്കും വേണ്ടി വരുമെന്നുള്ളൊരു ആഗ്രഹവും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസരം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അവസാന സമയം മറ്റു പല ഘടകങ്ങൾ കൊണ്ട് ആ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രിയപ്പെട്ട നേതാവ് ശ്രീ പി ടി അജയ് മോഹനെയാണ് പാർട്ടി പരിഗണിച്ചത്. തീർച്ചയായും ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ 2 ജില്ലകളിലായി കിടക്കുന്ന ലിസ്റ്റ് മണ്ഡലത്തിൽ നമുക്ക് പൊതുപ്രവർത്തന രംഗത്ത് അംഗീകാരം ലഭിക്കുക അല്ലെങ്കിൽ അവിടെയൊക്കെ പരിഗണിക്കാവുന്ന സ്ഥാനാർത്ഥി ഗണത്തിൽ പെടുക എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തന രംഗത്ത് വലിയ അംഗീകാരമായി കാണുകയാണ്. പൊന്നാനിയിൽ ഇത്തവണ നൗഷാദ് അലിയാണ് മത്സരിക്കുന്നത്. നൗഷാദ് അലി അരീക്കോടിൽ നിന്ന് വന്നൊരു ആളാണ്. പ്രാദേശികമായ ആളുകൾക്ക് വേണ്ട രീതിയിലൊരു പരിഗണന കിട്ടിയില്ല എന്നൊരു പരാതിയുണ്ടോ? നിയമസഭാ തെരഞ്ഞെടുപ്പിന് അങ്ങനെ നമ്മൾ കേവലം ഒരു പ്രാദേശിക പ്രാതിനിധ്യം എന്നൊന്നും പറഞ്ഞ് വിലയിരുത്താൻ കഴിയില്ല. കെ പി നൗഷാദ് അലി അരീക്കോട്ടുകാരനാണ്, അതല്ലെങ്കിൽ നേരത്തെ ഇവിടെ മത്സരിച്ച സ്ഥാനാർത്ഥികളൊക്കെ പെരിന്തൽമണ്ണക്കാരായിരുന്നു അല്ലെങ്കിൽ മണ്ണാർക്കാട്ടുകാരായിരുന്നു എന്നുള്ളതൊന്നും നമ്മൾ ഈ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജയപരാജയ നിർണ്ണയത്തിന് ഒരു ഘടകവുമല്ല, പ്രത്യേകിച്ച് പൊന്നാനിയുടെ സാഹചര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് പ്രാദേശികമായ ഒരാൾ വരണം അല്ലെങ്കിൽ പ്രാദേശികമായ ഒരാൾ മത്സരിക്കണം എന്നുള്ളൊരു വാദം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്നതിൽ അത്ര കണ്ട് പ്രസക്തിയൊന്നും ഉണ്ട് എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലല്ല. വിശേഷം മലപ്പുറം ജില്ലയാണ്, കുറഞ്ഞ അവസരങ്ങളെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. അപ്പോൾ അതിലേക്ക് പരിഗണിക്കാൻ ഒന്നിലധികം യോഗ്യതയുള്ള അർഹതയുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ അതിൽ നേതൃത്വം ഒരാളെ തീരുമാനിക്കുന്നു. ആ തീരുമാനിക്കുന്ന ആളിനെ മുഴുസമയം അവരുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് മറ്റൊരു ചിന്തയും മറ്റൊരു പ്രവർത്തനവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പരമാവധി നമ്മുടെ എല്ലാ മേഖലയിലുള്ള പ്രവർത്തകന്മാരും ഏകോപിപ്പിച്ച് അതിനുവേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിയോജകമണ്ഡലത്തിലെ ഒരാളും അതേപോലെ താങ്കളോട് പ്രാദേശികമായി ഭയങ്കര ബന്ധം വെച്ചിട്ട് താങ്കളെ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു പ്രവർത്തകർ. അല്ല, അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രവർത്തകരുണ്ടാവും, അല്ലെങ്കിൽ വേറൊരു നേതാവിനെ ആഗ്രഹിക്കുന്ന പ്രവർത്തകരുണ്ടാവും. അത് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം വരെ ആ ആഗ്രഹങ്ങൾക്ക് പ്രസക്തിയുണ്ട്. സ്ഥാനാർത്ഥിയെ നിർണയിച്ചു കഴിഞ്ഞാൽ പാർട്ടി ഏത് സ്ഥാനാർത്ഥിയെയാണോ തീരുമാനിച്ചിട്ടുള്ളത്, പാർട്ടി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ആരാണോ അവർക്ക് വേണ്ടി എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് ഇറങ്ങുക എന്നുള്ളതാണ് പൊന്നാനിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി തെരുവിൽ ഈ കടുത്ത വെയിലിനെ പോലും അവഗണിച്ചുകൊണ്ട് വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2006 മുതൽ ഇടതുപക്ഷം ഭരിക്കുന്നൊരു മണ്ഡലമാണിത്. ഇടതുപക്ഷം വിജയിക്കുന്ന ഒരു മണ്ഡലമാണ്. ഇത്തവണ UDFന് എന്തൊക്കെ വിജയസാധ്യതകളാണ് കാണുന്നത്? ഈ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 2006-ൽ ശ്രീ
പാലോളി മുഹമ്മദ് കുട്ടി വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു, ക്യാബിനറ്റ് അംഗമായി. 2011 പി ശ്രീരാമകൃഷ്ണൻ ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു. അന്ന് UDF മന്ത്രിസഭയാണ് കേരളത്തിൽ ഭരിച്ചത്. 2016 ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് വീണ്ടും ശ്രീരാമകൃഷ്ണൻ വിജയിച്ചു. അദ്ദേഹം കേരളത്തിലെ ക്യാബിനറ്റ് റാങ്കുള്ള സ്പീക്കർ പദവിയിലിരുന്നു. 21 ശ്രീ നന്ദകുമാർ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അന്ന് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഈ കാലയളവിൽ ഭരിച്ചു. പക്ഷേ 20 വർഷക്കാലം ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത നിയമസഭാ സാമാജികരിൽ 15 വർഷക്കാലവും ഭരണമുന്നണിയുടെ ഭാഗമായിരുന്നിട്ട് പോലും അടിസ്ഥാന വികസന രംഗത്തു പോലും വളരെ വലിയ പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ഒരു നിയോജക മണ്ഡലമായി ഈ പൊന്നാനി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വിശിഷ്യ പൊന്നാനി നിയോജക മണ്ഡലം ബഹുമുഖ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. ഇവിടെ തീരപ്രദേശമുണ്ട്, കാർഷിക മേഖലയുണ്ട്, ടൂറിസം സാധ്യതകളുണ്ട്. അങ്ങനെ ഒരു സമഗ്ര സാധ്യതയുള്ള വികസന സാധ്യതയുള്ള ഒരു നിയോജക മണ്ഡലത്തിൻ്റെ പൊട്ടൻഷ്യലിനെ ആ തരത്തിൽ ഉപയോഗിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിൽ നോക്കുമ്പോൾ ഒരു പിന്നോക്കാവസ്ഥ ഇന്നും അനുഭവിക്കുന്ന നിയോജക മണ്ഡലമായി പൊന്നാനി തുടരുന്നതിൻ്റെ കാരണം അനാസ്ഥയാണ്. ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളുടെ, നിയമസഭാ സാമാജികരുടെ, MLA-മാരുടെ കടുത്ത അവഗണന, ഉത്തരവാദിത്തമില്ലായ്മ ഈ നിയോജക മണ്ഡലത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. അത് വോട്ടായി മാറുമെന്നുള്ളത് ഉറപ്പാണ്. 2 കൊല്ലമായി നൗഷാദ് അലി ഇവിടെ മണ്ഡലത്തിൻ്റെ ചുമതലയുമായി പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ കൂടുതൽ സാധ്യതകൾ കാണുന്നു. അത് 2 വർഷമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല, 2 വർഷമായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചപ്പോഴും അതല്ലെങ്കിൽ ഈ നിയോജക മണ്ഡലത്തിലെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത്, ഈ നിയോജക മണ്ഡലത്തിന് നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കുക എന്നുള്ളത് വളരെ വലിയ വാശിയേറിയ ഒരു ഉത്തരവാദിത്വമായി പ്രവർത്തകർ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന് പല തരത്തിലുള്ള കാരണങ്ങളുണ്ട്. അത് ഞാൻ ആദ്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ നിയോജക മണ്ഡലം അനുഭവിക്കുന്ന പിന്നോക്കാവസ്ഥയാണ്. ഈ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധി MLA കാണിച്ചുകൊണ്ടിരിക്കുന്ന MLA-മാർ കാണിച്ചു വരുന്ന ചില അനാസ്ഥകളാണ്. അപ്പോൾ അതിനൊക്കെ ഒരു അറുതി വരുത്താൻ ഒരു UDF-ൻ്റെ ജനപ്രതിനിധി ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ്. അതിനുവേണ്ടി പ്രവർത്തകർ ഒറ്റക്കെട്ടായി, ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ആവശ്യം. ഞങ്ങളുടെ നേതാവായ PT അജയ് കുന്നംകുളത്ത് തവണ മത്സരിക്കുകയാണ്. എങ്ങനെയുണ്ട് അവിടുത്തെ സാധ്യതകളും കാര്യങ്ങളും? കേരളത്തിൽ കുന്നംകുളത്ത് നിന്നല്ല, കുന്നംകുളത്താണെങ്കിലും പൊന്നാനിയിലാണെങ്കിലും തവനൂരിലാണെങ്കിലും മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും ജയിച്ചു വരുമെന്നുള്ള വലിയ ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ളത്. ഈ കേരളം ഭരിക്കുന്ന സംസ്ഥാനത്തെ ഭരണകൂടത്തെ താഴെ ഇറക്കുക എന്നുള്ളത്, അതിനുവേണ്ടി ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിഭാസം. ഈ ഗവൺമെൻറ് 10 വർഷക്കാലം തുടർച്ചയായി ഭരിക്കാൻ അവസരം ലഭിച്ചിട്ട് ആ ഗവൺമെൻറ്റും ആ ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയും ആ ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ജനങ്ങളോട്, നാട്ടിലെ സാധാരണ മനുഷ്യരോട് കാണിക്കുന്നത് അവരുടെ ജീവിത നിലവാരത്തെ താഴേക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സാധാരണ മനുഷ്യനെ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഒരു തീർപ്പ് കൽപ്പിക്കാൻ ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണ സംവിധാനങ്ങൾ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. വിലക്കയറ്റം നാട്ടിലെ രൂക്ഷമായ പ്രതിസന്ധിയാണ്. അത് സർവ്വ ജനവിഭാഗങ്ങളും അതിൻ്റെ പൊറുതിയിൽ, അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവിനോടൊപ്പം തന്നെയാണ് ഇലക്ട്രിസിറ്റി ചാർജ് ഈ ഗവൺമെൻറ് വന്നിട്ട് എത്ര തവണയാണ് വർദ്ധിപ്പിച്ചത്. അത് നമുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ബാധ്യത ചെറുതല്ല. വെള്ളക്കരം ഈ ഗവൺമെൻറ് വന്നിട്ട് നിർബാധം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗവൺമെൻറ് നമുക്ക് ദുരിതം വിതച്ചിരിക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങൾ ലഭിക്കേണ്ട പൊതുവിതരണ സമ്പ്രദായങ്ങളായ റേഷൻ ഷോപ്പുകളാണെങ്കിലും സപ്ലൈകോ സ്റ്റോറുകളാണെങ്കിലും മാവേലി സ്റ്റോറുകളാണെങ്കിലും ത്രിവേണിയാണെങ്കിലും ഒക്കെ കാലിയാക്കപ്പെട്ട സംവിധാനമാണ് കേരളത്തിലുള്ളത്. അങ്ങനെ സാധാരണ മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നിടത്തൊരു ഇടപെടലില്ല. ആരോഗ്യമേഖല നേരത്തെ നമ്മൾ വെന്റിലേറ്ററിലാണെന്നാണ് പറഞ്ഞിരുന്നത്, അത് മോർച്ചറിയിലേക്ക് പോയിരിക്കുകയാണ്. ആഭ്യന്തര രംഗം, ക്രമസമാധാന രംഗത്ത് തകർച്ചയാണ്. നാർക്കോട്ടിക് ഡ്രഗ്സുകളുടെ, രാസലഹരി പദാർത്ഥങ്ങളുടെ ഏറ്റവും വലിയ ഇടത്താവളമായി, അവരുടെ വ്യവഹാര കേന്ദ്രമായി ഈ കേരളത്തെ അവർ മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഏത് മേഖല, കാർഷിക രംഗം, ഈ വിശേഷ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളമൊക്കെ കൃഷി മേഖലയിൽ വലിയ സാധ്യതയുള്ളതാണ്. ആ കൃഷിയിടങ്ങളിൽ തൊഴിലെടുത്ത്, പണിയെടുത്ത്, വിയർപ്പൊഴുക്കി കൃഷി വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം സംഭരിച്ചു കൊണ്ടുപോയ നെല്ലിൻ്റെ പണം കിട്ടാൻ വേണ്ടി സമരം ചെയ്യേണ്ടി വന്ന നൂറുകണക്കിന്, ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിലെ പൊന്നാനി കോൾപ്പടവിൽ തന്നെ കാണാൻ കഴിയുന്നത്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് UDF സർക്കാർ ഭരിക്കുന്ന സമയത്ത് വലിയ ആനുകൂല്യങ്ങൾ, വലിയ സൗകര്യങ്ങൾ നൽകി വന്നിരുന്നു. അവർക്ക് ഉപയോഗിക്കുന്ന എണ്ണയുടെ സബ്സിഡി കാര്യത്തിലാണെങ്കിലും അവർക്ക് റേഷൻ സമ്പ്രദായങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇന്ന് ആനുകൂല്യങ്ങൾ, ആ സൗകര്യങ്ങളൊക്കെ നിഷേധിച്ചിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഗവൺമെൻറ് പൂർണ്ണമായി പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്ത് കുന്നംകുളത്തു നിന്നല്ല, പൊന്നാനിയിൽ നിന്നല്ല, 140 നിയോജക മണ്ഡലങ്ങളിലും ഈ ഗവൺമെൻറ്റിനെതിരായ പ്രതിഷേധം
ഒരു കയ്യൊപ്പ് നടത്തി പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടി ജനങ്ങൾ തയ്യാറെടുത്തിരിക്കുകയാണ്. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി സഖാവ് പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പോടുകൂടി മാറാൻ പോവുകയാണ്. താങ്കളുടെ നേതൃത്വത്തിലാണ് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തവണ പിടിച്ചെടുക്കിയത്. താങ്കളായിരുന്നു അതിന് നേതൃത്വം നൽകിയിരുന്നത്. അതിനൊപ്പം തന്നെ മാറഞ്ചേരി പഞ്ചായത്ത് പെരുമ്പടപ്പൊക്കെ വിജയിക്കുകയും ചെയ്തു. എത്രത്തോളം ആത്മവിശ്വാസം നൽകുന്നതാണ്? ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വലിയ ഹോംവർക്ക് നടത്തിയിട്ടാണ് ഞങ്ങൾ ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിലെ സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ, വോട്ടർ പട്ടികയിലെ പേര് ചേർക്കുന്ന കാര്യത്തിൽ, അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള കൂട്ടായ ഒരു പരിശ്രമം ഈ നിയോജക മണ്ഡലത്തിൽ, വിശേഷ ഈ തദ്ദേശ സ്ഥാപനങ്ങളായ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തുകളും നിലനിൽക്കുന്ന പ്രദേശത്തൊക്കെ നടത്തിയത്. ചരിത്രത്തിൽ ആദ്യമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 33 ഡിവിഷനും ജയിച്ചത് ഈ 2025 തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലാണ്. ആ 33 ജയിക്കുമ്പോൾ കിട്ടാതെ പോയിരുന്ന എത്രയോ വർഷമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ കൈവെള്ളയിൽ മാത്രം നിന്നിരുന്ന ഡിവിഷനായിരുന്നു ചങ്ങരംകുളം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ. നേരത്തെ ഇവിടെ ആരിഫ നാസറായിരുന്നു, അതിനു മുമ്പ് MB ഫൈസലായിരുന്നു, അതിനു മുമ്പ് കൂട്ടായി ബഷീർ ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തിട്ടുണ്ട്, ശ്രീ ജ്യോതി ബസു ഇവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്, വിജയലക്ഷ്മി ടീച്ചർ ജയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നിരയിൽ ഒരംഗം മാത്രമായി അവശേഷിക്കുന്ന സമയത്തും ഈ ചങ്ങരംകുളം ജില്ലാ പഞ്ചായത്തായിരുന്നു പ്രതിപക്ഷത്തിന് അവകാശവാദം ഉന്നയിക്കാൻ മലപ്പുറത്തുണ്ടായിരുന്നത്. എന്നാൽ ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അന്നത്തെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ഒരു ചെയർമാൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ കൂട്ടായി പ്രവർത്തിച്ചപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ കഴിഞ്ഞു. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ചരിത്രം അറിയാം. ബ്ലോക്ക് പഞ്ചായത്ത് രൂപീകൃതമായതിനു ശേഷം ഒരൊറ്റ തവണ മാത്രമാണ് UDFന് അവിടെ ഒരു ഭരണസമിതി രൂപീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം കഴിഞ്ഞ കുറേ വർഷങ്ങളായി, കുറേ ടേമുകളായി ബ്ലോക്ക് പഞ്ചായത്ത് കേവലം 3-4 സീറ്റുകളിൽ ഒതുങ്ങി, അല്ലെങ്കിൽ 5 സീറ്റുകളിലൊക്കെ ഒതുങ്ങി പ്രതിപക്ഷ നിരയിലിരിക്കേണ്ട അവസ്ഥയായിരുന്നു. അവിടെ നിന്നും മാറി ഇന്ന് 10 അംഗങ്ങളുള്ള 14-ൽ 10 പേരെയും വിജയിപ്പിച്ച് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണം UDFൻ്റെ കൈകളിലേക്ക് വന്നിരിക്കുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഗ്രാമപഞ്ചായത്തുകളുടെ അവസ്ഥ നോക്കിയാൽ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് എത്രയോ വർഷമായി UDFൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് LDF നിരന്തരം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഭരിക്കാൻ കഴിഞ്ഞു. ആലങ്കോട് ഗ്രാമപഞ്ചായത്തിൽ പ്രതിപക്ഷ നിരയിൽ അംഗസംഖ്യ കുറച്ചു കൊണ്ടുവരാനും UDFന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും 16-ൽ 23 സീറ്റിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അവിടെ UDFൻ്റെ ഭരണസമിതി ഉണ്ടാക്കാനും നന്നമുക്കിലൊക്കെ സാധ്യമായിട്ടുണ്ട്. ഇതൊക്കെ തെളിയിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ, ജനാധിപത്യ വിശ്വാസികളുടെ മനസ്സ് ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ സെമി ഫൈനലിൽ ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ള വിജയം അത് വലിയ ആത്മവിശ്വാസമാണ്. ആ സെമി ഫൈനൽ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ഒരു എളിയ കോൺഗ്രസ് പ്രവർത്തകൻ, UDF പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ജനങ്ങളുടെ മനസ്സറിയാൻ കഴിഞ്ഞിട്ടുണ്ട്, ജനങ്ങളുടെ ഹൃദയവികാരം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഹൃദയവികാരം ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പമാണ്. പൊന്നാനിയിലെ UDFൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെ അടുത്ത ദിവസം? UDFൻ്റെ സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടികൾ അതിൻ്റെ ഒന്നാം ഘട്ടം എന്ന് പറയാവുന്ന രീതിയിൽ വളരെ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ പഞ്ചായത്ത് തലത്തിൽ വരെ പൂർത്തിയാക്കി കഴിഞ്ഞു. ബൂത്ത് തലത്തിലുള്ള കൺവെൻഷനുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ 2 ദിവസത്തിനകം ബൂത്ത് കൺവെൻഷൻ പൂർത്തിയായി കഴിഞ്ഞ് അടുത്ത 27-ാം തീയതിക്കകം എല്ലാ ബൂത്തുകളിലെയും വീടാന്തരം കയറിയുള്ള പ്രചരണ പരിപാടികളും നമ്മൾ പൂർത്തിയാക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്ഥാനാർത്ഥിയുടെ വാഹന പ്രചരണ പരിപാടികൾ ആരംഭിക്കുകയാണ്. ഒന്നാം ഘട്ടം പൂർത്തിയാക്കുന്നതിൻ്റെ ആദ്യ സൂചന ഫലം തന്നെ നമുക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. ഇന്ന് സ്ഥാനാർത്ഥി ആലങ്കോട്, നന്നമുക്ക് പഞ്ചായത്തുകളിലെ ഗൃഹസന്ദർശന പരിപാടികൾ, പ്രധാനപ്പെട്ട നേതാക്കളെ, പ്രമുഖ വ്യക്തിത്വങ്ങളെ, അതുപോലെ തന്നെ കർഷകരെ, തൊഴിലാളികളെ, എല്ലാ വിഭാഗം ജനങ്ങളെയും കാണാൻ വേണ്ടിയുള്ള വലിയ പ്രദക്ഷിണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഘട്ടങ്ങൾ നമുക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നു എന്നുള്ളതാണ് ഓരോ വോട്ടർമാരെയും കാണുമ്പോൾ ബോധ്യമാകുന്നു. കുന്നംകുളത്തും താങ്കൾ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു കുന്നംകുളത്തെ സംബന്ധിച്ചിടത്തോളം കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഇവിടെ നിന്ന് കിട്ടുന്ന ചെറിയ ഒഴിവ് സമയങ്ങളിലൊക്കെ പോയി സമയം ചെലവഴിക്കുന്നുണ്ട്. വലിയ കൺവെൻഷൻ അവിടെ ടൗൺ ഹാളിൽ നടന്നു. ആ ടൗൺ ഹാളിനെ സംബന്ധിച്ചിടത്തോളം നിറഞ്ഞു കവിഞ്ഞ സദസ്സായിരുന്നു. പ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് പങ്കെടുത്ത ജനാധിപത്യ വിശ്വാസികളുടെ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ്. കുന്നംകുളം ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. CPMൻ്റെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കേരളം തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കരുവന്നൂർ സഹകരണ ബാങ്ക് കുംഭകോണ കേസിൽ, അതല്ലെങ്കിൽ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത സമ്മൻ ചെയ്യപ്പെട്ട, അതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വസ്തുക്കൾ വരെ ജപ്തി ചെയ്ത് നിർത്തിയ ഒരു വലിയ സംശയനിഴലിൽ നിന്ന് ആരോപണ വിധേയനായി നിൽക്കുന്ന ഒരു
മുൻ മന്ത്രിയാണ് അവിടെ വീണ്ടും മത്സരിക്കുന്നത്. അദ്ദേഹം സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്താണ് കരുവന്നൂർ എന്ന് പറയുന്ന കേരളത്തിലെ സഹകരണ മേഖലയെ ഒന്നാകെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായൊരു പ്രശ്നം ഉണ്ടായത്. അതിന് മന്ത്രിതലത്തിലുള്ള പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ അന്വേഷണത്തിൽ നിന്ന് ബോധ്യമായതാണ്. കേവലം കരുവന്നൂരിൽ മാത്രമല്ല, അത് കേരളത്തിലെ സഹകരണ മേഖലയുടെ സുതാര്യതയെ, സാമ്പത്തിക അച്ചടക്കമില്ലായ്മയെ, ജനങ്ങൾ സഹകരണ മേഖലയിൽ കാണിക്കുന്ന വലിയ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ മാറിയ ഒരു പ്രദേശം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെ വീണ്ടും അവിടെ മത്സരിക്കുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അധികാരം കയ്യിലിരിക്കുന്ന സമയത്ത് നടത്തിയ ഇത്തരം ഭരണവിരുദ്ധ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനുള്ളൊരു സുവർണാവസരമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ തന്നെ കുന്നംകുളത്ത് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യമാകുന്ന വലിയ മുന്നേറ്റമാണ്. അവിടെ പോകുന്ന ഓരോ കൺവെൻഷനുകളിലും ഓരോ യോഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ബോധ്യമാകുന്നു. KC വേണുഗോപാൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് മാറി നിന്നാൽ അവർക്ക് വേണ്ട സ്ഥാനങ്ങൾ നൽകുമെന്ന്. താങ്കൾക്കൊരു നല്ല സ്ഥാനം ലഭിക്കുമെന്ന്, UDF ഭരണത്തിൽ വന്നാൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കട്ടെ. നമ്മളങ്ങനെ ഒരു സ്ഥാനത്തിന് വേണ്ടി ആ സ്ഥാനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുക എന്നുള്ളതൊക്കെ രാഷ്ട്രീയത്തിൽ ഒരിക്കലും സാധ്യമായ കാര്യമല്ല. കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു വലിയ ജനാധിപത്യ പ്രസ്ഥാനമാണ്. അതിൽ പലതരത്തിലുള്ള അർഹരും പലതരത്തിലുള്ള യോഗ്യതയുള്ളവരൊക്കെ അടങ്ങുന്നതാണ് പാർട്ടി. നിയമസഭയിൽ മത്സരിപ്പിക്കാൻ ആഗ്രഹിച്ചാൽ എത്രയോ ഡസൻ കണക്കിന് നേതാക്കന്മാർ ഓരോ നിയോജക മണ്ഡലത്തിലും ലഭ്യമാണ്. അതുപോലെ ഭരണതലത്തിൽ വന്നാൽ തന്നെ പരിഗണിക്കാൻ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതിനിടയിൽ നിന്ന് സ്ഥാനാർത്ഥിയായില്ല അല്ലെങ്കിൽ പരിഗണിച്ചില്ല എന്നുള്ള കാര്യത്തിൽ ആളുകളെ പരിഗണിക്കും എന്നൊക്കെ പറയുന്നത് പാർട്ടി നമ്മളോടൊക്കെ കാണിക്കുന്ന, അല്ലെങ്കിൽ അത്തരക്കാരോട് കാണിച്ചു വരുന്ന വലിയ വിശാല മനസ്കതയുടെ ഭാഗമായിട്ടാണ്. തീർച്ചയായും അങ്ങനെ പരിഗണിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടാൻ, അല്ലെങ്കിൽ അങ്ങനെ പരിഗണിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഒന്നുമല്ല എൻ്റെ പൊതുജീവിതം അല്ലെങ്കിൽ പൊതുപ്രവർത്തന ജീവിതം തുടങ്ങിയിട്ടുള്ളത്. KSU പ്രവർത്തകനായി തുടങ്ങി ഈ കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ മലപ്പുറം ജില്ലയിലെ യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളെ സംഘടിപ്പിച്ച് ഭരണകൂടങ്ങൾക്കെതിരെ, വിശിഷ്യ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ ഭരിച്ചു വരുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ, അവരുടെ ചെയ്തികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ച് മാത്രം നിലനിന്നു കൊണ്ടുപോയവരാണ് ഞങ്ങളൊക്കെ. KSU പ്രവർത്തകരായ കാലം തൊട്ട് ഞങ്ങളുടെ പേരിൽ എടുക്കപ്പെട്ട, ചാർജ് ചെയ്യപ്പെട്ട കേസുകളും അതിനുശേഷം യൂത്ത് കോൺഗ്രസ് നേതൃനിരയിലുണ്ടായ സമയത്തും ഈ 10 വർഷക്കാലം ഇവിടെ നടത്തിയ സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഒക്കെ പ്രതിഫലനമായി ഞങ്ങൾക്കൊക്കെ ആകെ കിട്ടിയിട്ടുള്ളത് മർദ്ദനങ്ങളും പോലീസ് കേസുകളും കോടതി വരാന്തകളും മാത്രമാണ്. ഞങ്ങൾ എന്തെങ്കിലും ഒരു അധികാര സ്ഥാനങ്ങളിലേക്ക് വരുമെന്നുള്ളൊരു പ്രതീക്ഷയുമില്ല. അത് പാർട്ടി ഏൽപ്പിക്കുമ്പോൾ, പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് അംഗീകരിച്ച് പാർട്ടിക്ക് അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തിന് യാതൊരു തരത്തിലുള്ള പ്രയാസവും സംഭവിപ്പിക്കാതെ, അവർക്ക് തലകുനിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് നാളെ ഏതെങ്കിലും ഒരു പദവി ലഭിക്കും, നാളെ ഏതെങ്കിലും ഒരു അധികാര ശ്രേണിയിലേക്ക് കടന്നു വരുമെന്നുള്ളത് ഞങ്ങളെപ്പോലുള്ള, എന്നെപ്പോലുള്ള ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളമുള്ള സ്വപ്നങ്ങളല്ല. മുന്നോട്ടുള്ള ജീവിതത്തിൽ ഡിജിറ്റൽ IT സാങ്കേതിക വിദ്യാഭ്യാസം നിർബന്ധമായ ആവശ്യം. ഇനി മാതൃഭാഷയ്ക്കൊപ്പം ഇംഗ്ലീഷ് ഭാഷ മികച്ചതാകേണ്ടത് അനിവാര്യമാണ്. ഫാഷൻ ഡിസൈനിങ്ങിൽ പാഷനുണ്ടോ? പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ മികച്ച പഠനം, നല്ല ജോലി, നല്ല വരുമാനം എല്ലാം നേടാം. ഇനി പെരുമ്പടപ്പ് പുത്തൻപള്ളിയിലെ സൈബർ മീഡിയ എഡ്യൂക്കേഷൻ അക്കാദമിയിലൂടെ. ഫർണിച്ചർ വിപണന രംഗത്ത് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള വെളിയംകോട് ഗ്രാൻഡ് ഫർണിച്ചർ കൂടുതൽ വിശാലതയോടെ. ഗ്രാൻഡ് ഫർണിച്ചർ, വെളിയംകോട്. ഫോൺ 9539903090.